രാധിക ആപ്തയുടെ വിശേഷങ്ങൾ. സ്റ്റൈൽ മന്നൻ മെഗാസ്റ്റാർ രജനീകാന്തിന്റെ നായികയായി കബാലി എന്ന മൾട്ടി സ്റ്റാർ സിനിമയിൽ തിളങ്ങിയ രാധിക ആപ്തയെ നമുക്ക് കൂടുതൽ അടുത്തറിയാം. നാടകങ്ങളിലൂടെയാണ് രാധിക ആപ്തെ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 2015 ഫഗത് ഫാസിൽ നായകനായ ഹരം എന്ന സിനിമയിൽ നായികയായി മലയാള സിനിമയിലൂടെയാണ് രാധിക തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ നാടകരംഗത്തും സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിക്കുന്ന രാധിക 2016 പുറത്തിറങ്ങിയ ഫോബിയ എന്ന ഹിന്ദി സിനിമയിലും കൃതി എന്ന ഷോർട്ട് ഫിലിമിലും മികച്ച അഭിനയ പാടവം കാഴ്ചവെച്ചുകൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചു. പാരഞ്ജിത്ത് നേരിട്ട് വിളിച്ചാണ് രാധിക ആപ്തയെ കബാലിയിലേക്ക് അഭിനയിക്കാൻ ക്ഷണിച്ചത്. കബാലിയിൽ രജനീകാന്തിന്റെ നായികയായി അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി രാധിക പറയുന്നു. കബാലിയിൽ മികച്ച അഭിനയം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് രജനീകാന്ത് എന്ന വലിയ നടന്റെ സഹകരണവും ഉപദേശങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് രാധിക ആപ്തെ ഓർമ്മിക്കുന്നു. താൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വ്യക്തിത്വത്തിനുടമയാണ് രജനീകാന്ത് എന്നും ഇത്ര വലിയ താരമായിട്ടും സിനിമയ്ക്ക് വേണ്ടിയും കഥാപാത്രത്തിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് രജനീകാന്ത് എന്നും കബാലി റിലീസായപ്പോൾ രജനീകാന്ത് തന്നെ രാധികയെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചുവെന്നും രാധിക പറയുന്നു. നിരവധി ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിനോടൊപ്പം നാടകങ്ങളിലും നിറസാന്നിധ്യമാണ് രാധിക ആപ്തെ. സിനിമയും നാടകവും രണ്ട് മീഡിയ ആണെന്നും നടന്റെ അല്ലെങ്കിൽ നടിയുടെ ജോലി സിനിമയിലായാലും നാടകത്തിലായാലും ഒരുപോലെയാണെന്നും ഇത് രണ്ടിൽ നിന്നും കിട്ടുന്ന സംതൃപ്തി വ്യത്യസ്തമാണ് എന്നും രാധികയുടെ പുതിയ സംരംഭം മോഹിത് തകർക്കർ സംവിധാനം ചെയ്ത് നസറുദ്ദീൻ ഷാ പ്രധാന വേഷത്തിൽ എത്തുന്ന ദി നൈഥർ എന്ന നാടകമാണ്. നസറുദ്ദീൻ ഷായോടൊപ്പം രാധിക ഈ നാടകത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. ഗ്ലാമർ വേഷങ്ങളെ കുറിച്ച് രാധിക പറയുന്നത് ഇങ്ങനെയാണ്. ചെറുപ്പത്തിലെ രാധിക സിനിമ ഇഷ്ടപ്പെട്ടിരുന്നത് സിനിമയുടെ ഗ്ലാമർ കണ്ടിട്ടാണ്. സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ ഗ്ലാമറിനെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു വളർച്ച സാധ്യമല്ലെന്നും രാധികയ്ക്ക് മനസ്സിലായി. എന്നാൽ ഗ്ലാമറിനുള്ള അതിർവരമ്പ് സ്വയം കൽപ്പിക്കുന്ന നിർവചനമാണെന്നും ഗ്ലാമറിന്റെ വ്യത്യസ്തമായ തലങ്ങളെ നമുക്ക് ചുറ്റും കാണാമെന്നും താൻ ലക്ഷ്യം വെക്കുന്നത് ഗ്ലാമറിനും അപ്പുറം പ്രാഗൽഭ്യം തെളിയിക്കുവാനുള്ള അവസരങ്ങളെയാണെന്നും മേക്കപ്പിനേക്കാളും പുതുമയുള്ള വസ്ത്രങ്ങളെക്കാളും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെയാണെന്നും അതിൽ വരുന്ന ഗ്ലാമറിനെ താൻ സ്വീകരിക്കുമെന്നും രാധിക പറയുന്നു. 2015 സുജോയ് ഘോഷ് സംവിധാനം ചെയ്ത അഹല്യ എന്ന ഷോർട്ട് ഫിലിം രാധികയ്ക്ക് മികച്ച ഒരു അനുഭവമായിരുന്നു. 2015 അഹല്യ കൂടാതെ 4 സിനിമകൾ കൂടി രാധികയുടേതായി പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ രാധികയുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും മികച്ച കഥാപാത്രം അഹല്യയിലേതായിരുന്നു. അനുരാഗ് കശ്യപിനൊപ്പം ദാറ്റ് ഡേ, ആഫ്റ്റർ എവരി ഡേ, മാഡ്ലി എന്നിങ്ങനെ 2 ഷോർട്ട് ഫിലിമുകൾ രാധിക പൂർത്തിയാക്കിയിരുന്നു. 6 സിനിമകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു മാഡ്ലി. ഇത് ട്രിബേക്ക ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിരുന്നു. മാഡ്ലിയിലെ കഥാപാത്രം ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകളുടെ വേദനയാണ് പറയുന്നത്. ഇങ്ങനെ മുൻനിര സിനിമകളോടും നാടകങ്ങളോടുമൊപ്പം ഷോർട്ട് ഫിലിമുകളിലും സ്ഥിരം സാന്നിധ്യമാണ് രാധിക ആപ്തെ എന്ന നടി. രാധിക ആപ്തെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും വേഗത്തിൽ ആകുലയാകുന്നതുമായ ഒരു വ്യക്തിയാണ്. രാധികയുടെ പുതിയ പ്രൊജക്ടുകൾ തമിഴിൽ കബാലിക്ക് ശേഷം മറ്റൊരു സിനിമ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഹിന്ദിയിൽ 2 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഇംഗ്ലീഷ് സിനിമകളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് രാധിക ആപ്തെ.